പടം പ്രജോട്ടൻ നമ്മുടെ എല്ലാ സീസണിലും വന്നിട്ടുണ്ട്. വന്ന എപ്പിസോഡുകളെല്ലാം വളരെ ഗംഭീരമായിരുന്നു. അതെ. പ്രജോട്ടന്റെ മറ്റു വിശേഷങ്ങൾ, പരിപാടികൾ, സിനിമകളൊക്കെ ഏതാ പ്രജോട്ടൻ? മറ്റു വിശേഷങ്ങൾ ഇനിയിപ്പോ നമ്മുടെ ആക്ഷൻ ഹീറോ ബിജു 2 തുടങ്ങാൻ പോവുകയാണ്. അതിന്റെ ഷൂട്ടാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ഈ മുടി നീട്ടി വളർത്തിയത് അപകടമായല്ലോ. ഒന്ന് വളർത്തിയപ്പോഴത്തേക്ക് പോലീസുകാരനായിട്ട് ഇനി വീണ്ടും വെട്ടണ്ടേ? ഈ നമ്മുടെ ഈ ആക്ഷൻ ഹീറോ ബിജു എന്നുള്ള ചിത്രം പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ വേറെ ഒരു ആംഗിളിൽ അല്ലെങ്കിൽ വേറൊരു വേർഷൻ ആയിട്ട് ചിത്രീകരിച്ച ഒരു സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചിത്രം സൂപ്പർ ഹിറ്റ് ആയത്. ശരിക്കും നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യുവാണ് ആക്ഷൻ ഹീറോ ബിജുയുടെ സെക്കൻഡ് പാർട്ടിലേക്ക്. എങ്ങനെയാണ് കഥാപാത്രം? കുറച്ചുകൂടി ഗംഭീരമാകോ? എന്താണ്? അല്ല, അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഈ പറഞ്ഞ പോലെ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് വളരെ ഇടുക്കിയാരെ പോലീസുകാരിൽ നിന്ന് ഏറ്റവും റിയലിസ്റ്റിക് ആയ പോലീസുകാരെ കാണിച്ചതാണ് എബ്രിഷൈൻ ആ ചിത്രത്തിലൂടെ. പ്രചോദ് എനിക്കറിയാം, എനിക്ക് പരിചയമുണ്ട്. പ്രചോദ് എന്തിനാ വന്നേ? എന്തിനാ വന്നോ? നമ്മുടെ ചീഫ് ഗസ്റ്റ് ആണ്. അതൊക്കെ ഞാൻ ക്ഷണിച്ചിട്ട് വന്നാ സാറേ. ഞാൻ അദ്ദേഹത്തെ ഞങ്ങളുടെ പരിപാടിയിൽ വരുമോ എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം വന്നതാണ്. ഞാൻ ആരാണാവോ? അല്ല, ഞാനാണ് ഈ പരിപാടി ചെയ്യുന്നത്. രമേഷ് പിഷാരടി. ഞാൻ കാണുമ്പോ താടിയൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് എന്താ സാറേ കാര്യം? ഇവരൊക്കെയാരാ? നമ്മള് കണ്ടസ്റ്റൻസും അവരുടെ ഫ്രണ്ട്സും ഓഡിയൻസും ഒക്കെ വരുന്നതാണ്. എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. അതാണ് താൻ. അല്ല, സാർ ആരാന്ന് ഞങ്ങക്ക് മനസ്സിലായി. എന്താ സാറേ കാര്യം പറ സാറേ. എന്റെ പേര് വേണ്ടോ? പേര് ബിൻസി മാത്യു. ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ബിൻസി. ബിൻസി മാത്യു എന്ന പേര് പെൺപിള്ളയുടെ പേര് തന്ത ചോദിച്ചതാ. സ്കൂളിൽ ചേർക്കാൻ ചെന്ന പ്ലെയർ പെങ്ങളുടെ പേര് എഴുതി കൊടുത്തു. അങ്ങനെ പിന്നെ എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്, അതിനെപ്പറ്റി അന്വേഷിക്കണമല്ലോ. പരാതി കിട്ടി അന്വേഷിക്കണമല്ലോ, വേണം. അതിന് വേണ്ടിയിട്ട് വന്ന. അതായത് ഇവിടെ ഈ കണ്ടസ്റ്റൻസ് വന്നിട്ട് പറയുന്ന കോമഡികള് ഇവിടെ നിന്ന് മോഷണം പോകുന്നുണ്ടെന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്. കൗണ്ടറുകൾ. അത് തന്നെയല്ല, ഇവിടെ ഈ ഗ്രൂമിങ് നടത്തുന്ന സമയത്ത് ഇവര് റിഹേഴ്സൽ ചെയ്യുമ്പോൾ കൂടെയുള്ള സഹപ്രവർത്തകർ ഒളിച്ചു നിന്ന് കേട്ടിട്ട് അതുകൊണ്ടൊന്നും അവരറിയാതെ ഇവിടെ അടിക്കണ്ടെന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് പലരും ഇവിടെ വന്ന് ഗസ്റ്റിന്റെ വ്യാജേന ഇവിടെ വന്നിട്ട് ഇവര് പറയുന്നതൊക്കെ കേട്ട് കോപ്പി അടിച്ച് പല അമ്പലപ്പറമ്പിലും കൊണ്ടുപോയി വിൽക്കുന്നുണ്ടെന്നും ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ട്. സാറേ, അങ്ങനെ ചെയ്യുന്നില്ല. ഇവിടെ പിള്ളേരുടെ കൗണ്ടർ ചിലപ്പം അവർ ഈ റിഹേഴ്സൽ നടക്കുന്ന സ്ഥലത്തുനിന്ന് പോകുന്നുണ്ടാവും. ഇത് ഏത് കണ്ടസ്റ്റൻസ് ആണ് പരാതി തന്നേന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. അത് ഞാൻ പിന്നെ പറയാം. അല്ല സാർ, അവര് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് ഞങ്ങളോടല്ലേ പറയണ്ടേ? നേരെ സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുക്കാൻ പാടില്ലല്ലോ. നിങ്ങൾ മിക്കവാറും ഇഡിയുടെ ഓഫീസ് വരെ വരേണ്ടി വരും. അതിന് ഞാൻ സാമ്പത്തിക കുറ്റമൊന്നും ചെയ്തിട്ടില്ലോ സാർ. ആ ഇഡി അല്ല, ഇടിയം വർക്കി എന്റെ സീനിയർ. അങ്ങോട്ട് വരേണ്ടി വരും. അല്ല സാറേ, ഇവിടെ നമ്മൾ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇൻഹൗസ് ആയിട്ട് നമ്മളോട് പറയണം, ഞങ്ങൾ പരിഹരിക്കാന്ന് പറഞ്ഞിരുന്നു. അതിന് പുറത്തുനിന്നൊരു പോലീസിന്റെ സഹായം. എന്തായാലും പോലീസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയുണ്ടോ? നിങ്ങൾ കുറ്റമൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ പോലീസിനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ എനിക്ക് തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇരുന്ന് ഇത് വാച്ച് ചെയ്യേണ്ടി വരും. സാർ അവിടെ ഇരുന്നാൽ ചിലപ്പോൾ പിള്ളേർ പേടിച്ചു പോകും സാറേ. സാറ് ഞാനെന്താ അത്രയ്ക്ക് കണ്ടാമൃഗമാണോ? അല്ല, എന്നാലൊരു നിങ്ങൾ പേടിച്ചു എന്നെ കണ്ടിട്ട്? ചെറുതായിട്ട്. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടിക്ക് പേടിയുണ്ടോ? വേണ്ട, ആർക്കും പേടില്ല. ഞാനേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാക്കിയിട്ടൊരു കലാകാരനാണ്, കലാഹൃദയമുള്ള ആളാണ്. എനിക്ക് തോന്നി. കാരണം കേരളത്തിൽ ഇത്രയും വലിയ കേസുകൾ നടക്കുന്നതിനിടയിൽ ഈ 2 കൗണ്ടർ മോഷണം പോയ കേസ് അന്വേഷിക്കാൻ വേണ്ടി സാറ് നേരിട്ട് വരുമ്പം സാറിന്റെ ഉള്ളിൽ ഒരു കലാകാരനല്ലാതെ വരാൻ പറ്റില്ല. സ്റ്റേഷനിൽ നിന്ന് പലരും വരാന്ന് പറഞ്ഞതാണ്. ഞാൻ അവരെയൊക്കെ നിരുത്സാഹപ്പെടുത്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി തെളിവെടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് വന്നു. അതെന്തിനാ സാറേ അങ്ങനെ പറഞ്ഞത്? അത് വേറൊന്നും കൊണ്ടല്ല, ഇവിടുത്തെ കൗണ്ടർ എനിക്ക് സ്റ്റേഷനിൽ കൊണ്ടുപോയി അടിച്ച് അവിടെ ഷൈൻ ചെയ്യാലോ. അത് തന്നെയല്ല, എനിക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ട്, യൂട്യൂബ് ചാനലുണ്ട്. സാറിനുണ്ടോ? അപ്പൊ ഞാനും ഭാര്യയും കൂടി ഈ കൗണ്ടർ അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വ്യൂവർഷിപ്പ് കൂടുമല്ലോ. അതുകൊണ്ട് സാറിനൊക്കെ കമന്റ് ആരെടുത്തില്ല, ആരും കമന്റ് ഓപ്പോസിറ്റ് ആയിട്ട് എടുത്തില്ലല്ലോ. എല്ലാവരും എനിക്ക് കണ്ട നല്ല പരിചയമുണ്ടല്ലോ. താടി വെച്ചോ എഴുന്നേക്കാനൊരു മടി, കുടുമിയൊക്കെ തലയിലൊക്കെ കെട്ടി വെച്ച് താടിയൊക്കെ വളർത്തി. താടിയും കെട്ടിയിട്ടുണ്ടോ താഴത്ത്? നിന്നെ ഇവിടെ കണ്ട് നല്ല പരിചയമുണ്ട്, എനിക്ക് നല്ല പരിചയം തോന്നണു. സാധു ബീഡിയുടെ കവറിന്റെ പുറത്ത്. ശരിയല്ലേ? അവനാണ് അതിന്റെ മോഡല്. അല്ല, അപ്പൊ സാറ് ബീഡി വലിക്കുവോ? മണമുണ്ടോ? അല്ല, പെട്ടെന്ന് ആളെ കണ്ടപ്പോ മനസ്സിലായി. ഞാൻ വീഡിയോയിലേക്ക് കയറി. ഇത് ചോദ്യം നിങ്ങൾ വേണ്ട കേട്ടോ. ഞാൻ അവിടെ തന്നെ കാണും. നന്നായിട്ടൊക്കെ കൈയടിച്ചോളണം കേട്ടോ. കറങ്ങണ കസേരയാണോ? അല്ല സാർ, ഇവിടെ പ്രചോദേട്ടൻ ഇരിക്കാനുള്ളതാണ്. ഇവിടെ പ്രചോദേട്ടൻ ഇരിക്കാനുള്ളതാണ്. അവിടെയാണ്. എനിക്കറിയാം. ഞാൻ എന്നെ
കാലിന്റെ എക്സസൈസ് എടുത്തില്ല, ആ അതുകൊണ്ട് വന്നതാ. ഓക്കെ ഓക്കെ. പ്രചോദേട്ടാ, ഇതൊന്നും കണ്ടൊരിക്കലും ടെൻഷൻ ആകരുത്. എന്ത് ടെൻഷൻ, ഇതൊക്കെ വെറും തമാശല്ലേ. എന്താ താമസ ഇത്രയും വലിയ കോമ്പറ്റീഷൻ വെച്ചിട്ട് അവിടെ വന്നിട്ട് നിനക്ക് തമാശ? സീരിയസ് ആട്ടോ, സീരിയസ് ആ. ചേട്ടൻ പോരുന്നു, നല്ലൊരു കൈയടി. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ കലിപ്പനെയും കാന്താരയും സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം ബബിത, വിനോദ് കുമാർ ആൻഡ് അനിക്സ്. ഞാൻ ദൂരെ നോക്കിയപ്പോ എനിക്ക് പെട്ടെന്ന് ആൾത്തോട്ട ഭൂപതി നാനഡ എന്നുള്ള വിജയുടെ പടം കാണുകയാണെന്ന് വിചാരിച്ചു. സിമ്രനും വിജയും വന്ന പോലെ രണ്ട് സൈഡിൽ നിങ്ങൾ വരികയാണ്. ആ സിമ്രൻ നിന്ന് പൊളിക്കുന്നു, വിജയ് ആറ്റിറ്റ്യൂഡ് ഇട്ട് വരുന്നു. അത്ര നന്നായിരുന്നു ആ വരവ് കേട്ടോ, സൂപ്പറായി. നമുക്ക് അനിക്സിനെ ഒന്ന് പരിചയപ്പെടാം. അനിക്സ് ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത്. അനിക്സേ, അത് ഞാൻ ഫസ്റ്റ് ടൈം. ഞാൻ BA കഴിഞ്ഞു. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് PSC പഠിക്കുകയാണ് എന്നുള്ള വ്യാജേന എനിക്ക് വീട്ടുകാർ പറയും, എടാ നിനക്ക് ഈ വായിട്ട് അലയ്ക്കാൻ മാത്രമല്ലേ അറിയത്തുള്ളൂ, നിനക്ക് വല്ല പണിക്കും പോക്കൂടാ. അപ്പോൾ വായിട്ട് അലയ്ക്കാൻ പറ്റിയ സ്ഥലം എവിടെയെന്ന് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് ഫൺസ് അപ്പോൺ എ ടൈം എന്ന് പരിപാടി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഞാൻ പാലക്കാട് ടൗണിലൂടെ നടന്ന് ഇങ്ങനെ ബസ് കയറി അവസാനം ഇവിടെ എത്തി. പക്ഷെ ഇത് BA-ക്കാളും വലിയ പണിയുള്ള പണിയായത്. അത് പൊതുവെ പലരും, ഒരാള് ഒരു ദിവസം ഞാനിരിക്കുമ്പം എനിക്കൊന്ന് മുകേഷ് ചേട്ടനോടാന്ന് തോന്നുന്നു, മുകേഷ് ചേട്ടനോട് വന്നിട്ട് ചോദിക്കുന്നത്, മോനെ നമ്മൾ ആദ്യം അവനെ ഇത് BA പഠിപ്പിക്കാൻ പോയി, അത് അവൻ നന്നായില്ല, പിന്നെ അവന് നമ്മൾ അവിടെ ബിസിനസ് ഇട്ട് കൊടുത്തു, അത് അവൻ ചൊവ്വായില്ല, അതിലവൻ ഗതി പിടിച്ചില്ല, പിന്നെ ഞാൻ കുറച്ചാള് ഗൾഫിൽ കൊണ്ടാക്കി, അവിടെ ഒന്നും രക്ഷില്ല, അവന് ഒന്നിനും കൊള്ളാത്ത തീർക്കണ, നമുക്ക് സിനിമയിൽ വല്ലതും ചെയ്യിക്കാൻ പറ്റുമെന്ന്. അതായത് ഒന്നിനും കൊള്ളാത്തവർക്ക് വരാനും ചെയ്യാനും പറ്റിയൊരു നല്ല സ്ഥലം എന്നുള്ള പോലെയാണ്. അനിക്സെ, ഏറ്റവും കഷ്ടപ്പാടുള്ള പരിപാടിയാണ് ഒരാളെ ചിരിപ്പിക്കാൻ. ഇതിവിടെ ചിരിപ്പിച്ച് വിജയിച്ചാൽ അനിക്സിന്റെ ജീവിതം വിജയമായി എന്ന് തന്നെ പറയാം. നീ PSCക്ക് പഠിക്കുമെന്നല്ലേ പറഞ്ഞത്? മോനെ, നമുക്ക് ഇവിടെ ഒരു PSC ഉണ്ട്. ആ PSCയുടെ പേരാണ് പാരഡി സോങ് ചലഞ്ച്. ഓം ഫ്രീം കേശവ മുഹമ്മദ്. നമസ്കാരം പ്രചോദമാൻ. കണ്ടിട്ട് ഒത്തിരി നാളായി. പണ്ടെന്റെ കോമഡി ആയിട്ട് ചിരിച്ചു മറിഞ്ഞതൊക്കെയാണ്. ഇപ്പോഴും ചിരിച്ചും പറയുന്നുണ്ട്. കാര്യം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ പറയുന്ന ടെൻഷനൊക്കെ ഉള്ളപ്പോൾ കേശവമാമന്റെ പാട്ടുകൾ കേൾക്കും. കഴിഞ്ഞ ദിവസത്തെ പാട്ട് നന്നായിരുന്നു. KS പ്രസാദിനും ട്രിപ്പുള്ള കാര്യം മുഹമ്മദ് പ്രസാദിന്നു ചൊല്ലി. കേശവമാമ, ഈ മുഹമ്മദ് ചേർത്തലുള്ള സ്ഥലമാണ്. മുഹമ്മയിലുള്ള പ്രസാദ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. എല്ലാ മലയാളികൾക്കും പേരറിയില്ല. അദ്ദേഹം വലിയ സിനിമകളിലൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഒരുപാട് സിനിമകളിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് മുഹമ്മദ് പ്രസാദ്. ഈ മുഹമ്മദ് പ്രസാദ് ഒരു ദിവസം ഒരിടത്ത് നിന്ന് എവിടെയാ വീട് എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിയോട് പറഞ്ഞ്, ഞാൻ മുഹമ്മദ് പ്രസാദ് എന്ന് പറഞ്ഞപ്പോൾ കൂടി ഇരിക്കുന്ന ആളെ, വേറെ എവിടെ ഒരു പാട്ടുകാരനുണ്ടല്ലോ മുഹമ്മയില്. പിന്നെ പ്രസാദ്, ഇല്ല, പാട്ട് ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ഉള്ളു, അവിടെ അങ്ങനെ ഒരു പാട്ട് ഉണ്ടെന്നേ, ഹിന്ദി പാട്ടൊക്കെ പാടുന്ന മുഹമ്മദ് റാഫിന്ന്. അത്രയും ബോധ്യമില്ലാത്ത ഒരാള് പരിപാടി കാണാൻ വേണ്ടി വന്നേക്കുന്നു. മുഹമ്മദ് റാഫിയെ, പഴയ ഹിന്ദി പാട്ട് പാടുന്ന. എന്നാ സാറേ തുടങ്ങിക്കോട്ടെ. നിന്നെ തിന്നാനായി കൊതി തോന്നുന്നേ, പുഴുക്കുണ്ടാക്കി വരിക്കച്ചക്കേ നിന്നെ തിന്നാനായി കൊതി തോന്നുന്നേ, പുഴുക്കുണ്ടാക്കി ബീഫ് കറുകൂട്ടി തിന്നാമെടി. വരിക്കച്ചക്കേ നിന്നെ തിന്നാനായി കൊതി തോന്നുന്നേ, പുഴുക്കുണ്ടാക്കി ബീഫ് കറി കൂട്ടി തിന്നാമെടി. പഴുത്ത നിന്റെ ചുളകൾ കാണുമ്പോൾ തനിച്ചു തിന്നാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നേ. പഴുത്ത നിന്റെ ചുളകൾ കാണുമ്പോൾ തനിച്ചു തിന്നാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നേ. വരിക്കച്ചക്കേ നിന്നെ തിന്നാനായി കൊതി തോന്നുന്നേ, പുഴുക്കുണ്ടാക്കി ബീഫ് കറി കൂട്ടി തിന്നാമെടി.
ചാക്കിലി തൈ നട്ടു ചുറ്റുമായി വളമിട്ട് നീ അങ്ങു പന പോലെ വളരുന്നുണ്ടേ. പ്ലാവിലെ ചക്കയ്ക്ക് പച്ച നിറം മാറുമ്പോൾ തോട്ടിക്ക് തോണ്ടിടാൻ തോന്നുന്നുണ്ടേ. തിന്നാൻ ആർക്കും കൊതിയാവുന്നു, നന്നാക്കിയിടാൻ കലിയാകുന്നു. വെട്ടുകത്തിക്കെന്ന് വെട്ടിമുറിച്ചിട്ട് ചക്കച്ചുള മൊത്തം തിന്നോട്ടെ ഞാൻ. ബാലൻസ് നിൽക്കുന്ന ചക്കക്കുരു തിന്ന് ഗ്യാസിന് സാധ്യത കൂട്ടട്ടെ ഞാൻ. വരിക്ക ചക്കേ നിന്നെ തിന്നാനായി കൊതി തോന്നുന്നേ. പുഴുക്കുണ്ടാക്കി ബീഫ് കറി കൂട്ടി തിന്നാമെടി. Once upon a time, once upon a